ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണ് തയ്യാറാക്കുന്നത്, വെള്ളരിക്ക ഒഴിച്ചുകൂട്ടാൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു വെള്ളരിക്കയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അരപ്പിന് ആവശ്യമായ തേങ്ങ വേണം. ഇത് ഒരു മുറിയുടെ പകുതി എടുത്തിട്ടുണ്ട് ചിരകിയത്. പിന്നെ 2 കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുളിയാണ്. പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായ കറിവേപ്പിലയും കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ വേണം. പിന്നെ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കാദ്യം വെള്ളരിക്ക വേകാൻ വയ്ക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളരിക്ക, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഒരു മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ സവാള, 2 കഷ്ണം സവാള, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം ഇതെല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേകാൻ വെച്ച വെള്ളരിക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിരാൻ വെച്ച പുളി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം എടുത്താൽ മതി, പുളി എത്രയാണ് വേണമെന്നുള്ളത് അനുസരിച്ച്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് ചെറുതീയിൽ വയ്ക്കാം. ഇനി മറ്റൊരടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ചേർക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. വറ്റൽമുളകും സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളരിക്ക കറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊരു 2 മിനിറ്റ് ചെറുതീയിലിരുന്നൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളരിക്ക കറി തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമാണ്. ഈ ഒരു കറി തന്നെ മതിയാവും നമുക്ക് ചോറുണ്ണാനായി. അത്രയ്ക്ക് രുചികരമാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.